പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തെ പിടിച്ചുകുലുക്കിയ വിപ്ലവങ്ങൾ എന്ന 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നമുക്ക് ഇനി വരാൻ പോകുന്ന PSC എക്സാമുകളിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണിവ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം എഴുതിയത് റൂസോ ആണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ചിന്തകനും എഴുത്തുകാരനുമാണ് റൂസോ. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിലാകെ ജലദോഷം പിടിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് മെറ്റേർണിക് ആണ്. മെറ്റേർണിക്. ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായ ബാസ്റ്റിൽ ജയിൽ തകർത്തത് എന്നാണ്? ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായ ബാസ്റ്റിൻ ജയിൽ തകർത്തത് 1789 ജൂലൈ 14 സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിയ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം റൂസോ ആണ്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളിലായി തിരിക്കണമെന്ന് വാദിച്ചത് ആരാണ്? ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളിലായി തിരിക്കണമെന്ന് വാദിച്ചത് മോണ്ടസ്ക്യൂ ആണ്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകൻ വോൾട്ടെയർ ആണ്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകൻ വോൾട്ടെയർ ആണ്. വോൾട്ടെയർ, മോണ്ടസ്ക്യൂ, റൂസോ എന്നിവരാണ് ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട ചിന്തകന്മാർ. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന ലൂയി 14 അടുത്ത ചോദ്യം, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരൊക്കെയാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും ചേർന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. അമേരിക്കയുടെ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ്. അമേരിക്കയുടെ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ്. 1776 ജൂലൈ 4 അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. അടുത്ത ചോദ്യം, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഏതു വർഷമാണ്? രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് 1775 അടുത്ത ചോദ്യം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1792 സെപ്റ്റംബറിലാണ് ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത മൈസൂർ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തത് ഏത് വർഷം? 1799 നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തത്. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് നെപ്പോളിയൻ ആണ്. നെപ്പോളിയൻ പൊതുകടം ഇല്ലാതാക്കാൻ രൂപീകരിച്ച പ്രത്യേക ഫണ്ടിന്റെ പേരാണ് സിങ്കിങ് ഫണ്ട്. നെപ്പോളിയൻ പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടി ആരംഭിച്ച പ്രത്യേക ഫണ്ടിന്റെ പേരാണ് സിങ്കിങ് ഫണ്ട്. യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് നെപ്പോളിയൻ പരാജയപ്പെടാൻ കാരണമായ വാട്ടർലൂ യുദ്ധം നടന്നത് 1815 യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് നെപ്പോളിയൻ പരാജയപ്പെടാൻ കാരണമായ വാട്ടർലൂ യുദ്ധം നടന്നത് 1815 അമ്മ എന്ന നോവൽ എഴുതിയ റഷ്യൻ സാഹിത്യകാരനാണ് മാക്സിം ഗോർക്കി. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം രചിച്ചത് ജോൺ റീഡ് ആണ്. ജോൺ റീഡ്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം നടന്നത് എന്നാണ്? ഉത്തരം 1905 ജനുവരി 9 പെട്രോഗാഡ് എന്ന് പറയുന്ന പട്ടണത്തിലാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു സമരം നടക്കുകയും അതിന്റെ ഫലമായിട്ട് പട്ടാളക്കാർ സമരം നടത്തിയവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവമാണ് ഈ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നത്. റഷ്യൻ വിപ്ലവ സമയത്ത് സമരങ്ങൾ നടത്താനായി രൂപീകരിക്കപ്പെട്ട തൊഴിലാളികളുടെ സംഘങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെട്ടത്? റഷ്യൻ വിപ്ലവ സമയത്ത് സമരങ്ങൾ നടത്താനായി രൂപീകരിക്കപ്പെട്ട സംഘടനകളാണ് സോവിയറ്റുകൾ എന്ന് അറിയപ്പെട്ടത്. ചൈനയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ചൈനയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ബോക്സർ കലാപം നടന്ന വർഷം 1900. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട കലാപമാണ് ബോക്സർ കലാപം. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു ഇവരുടെ മുദ്ര. അതുകൊണ്ടാണ് ഈ കലാപങ്ങൾ ബോക്സർ കലാപം എന്ന് അറിയപ്പെടുന്നത്. ഡോക്ടർ സൻ യാറ്റ് സെൻ സ്ഥാപിച്ച പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ കുമിന്താങ് പാർട്ടിയാണ്.
ഡോക്ടർ സന്യാസിനിന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടന്നത് 1911 1911. മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടന്നത് ഏതു വർഷമാണെന്ന് ചോദിച്ചാൽ 1934. ഏകദേശം 12,000-ഓളം കിലോമീറ്റർ ആണ് ഈ ലോങ് മാർച്ച് കവർ ചെയ്തിട്ടുള്ളത്. ചൈന റിപ്പബ്ലിക് ആയത് എന്നാണെന്ന് ചോദിച്ചാൽ 1949 ഒക്ടോബർ 1 ചൈന റിപ്പബ്ലിക് ആയത്. അപ്പൊ ഇത്രയാണ് ലോകത്തെ പിടിച്ചുകുലുക്കിയ വിപ്ലവങ്ങൾ എന്ന് പറയുന്ന SCERT ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ വേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.